ഹായ് ഫ്രണ്ട്സ്, ആദീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുക, സുഖമായിരിക്കുന്നോ? നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയത് വെച്ചിട്ടൊരു കുമ്പിളപ്പമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചക്ക വരട്ടിയത് നമ്മൾ എടുക്കുന്നുണ്ട്. ചക്ക വരട്ടിയ വീഡിയോ ഈ ചാനലിലുണ്ട്. ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് ചക്ക വരട്ടുന്നത് എങ്ങനെ എന്നൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും മോൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് 2 സ്പൂൺ മോൾക്ക് ഇട്ട് കൊടുത്തു നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചക്ക വരട്ടിയത് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് മാവിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും ഒരു വീഡിയോ ഇടാനൊക്കെ ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ നമ്മളിതാ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടി നമ്മൾ ചക്ക വരട്ടിയതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ അത് ചിരവിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക വരട്ടിയതിൽ ഏലക്കാപ്പൊടിയും നെയ്യും അങ്ങനെ വെല്ലവും ഒക്കെ നല്ല പോലെ ഇട്ട് നല്ല മധുരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഇതിൽ ചേർക്കരുത്. ആ ചക്ക വരട്ടിയത് നല്ല പോലെ ഈ മാവിലേക്ക് മിക്സാക്കി ഒന്ന് നല്ല പോലെ കൈ കൊണ്ട് ഒന്ന് കുഴച്ചാലും മതി, അല്ലെങ്കിൽ കരണ്ടി കൊണ്ട് കുഴച്ചാലും മതി. അങ്ങനെ കുഴച്ച ഒരു കട്ടിയിൽ തന്നെ അതായത് ഈ പരുവം ആകണം, ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാക്കി ഇങ്ങനെ കുഴച്ച് വയ്ക്കുക. ഇതിനാവശ്യമായിട്ട് നമ്മൾ പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത്. പ്ലാവില നല്ല പോലെ കഴുകി ഈർക്കിലും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാവില വെച്ചിട്ട് നമുക്ക് കുമ്പിളുണ്ടാക്കാം. ഏകദേശം എല്ലാവർക്കും കുമ്പിളുണ്ടാക്കാൻ അറിയും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാവില വെച്ചിട്ട് നമ്മൾ ഓരോ കുമ്പിളുണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ഈസി ആയിട്ട് തന്നെ കുമ്പിളുണ്ടാക്കാം കേട്ടോ. ആ ഒരു ഈർക്കിൽ പൊട്ടിച്ച് അതിൻ്റെ സൈഡ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുമ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്, ഇതുപോലെ തന്നെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുമ്പിൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ഇലയും ആദ്യം കുമ്പിൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഇലയും കുമ്പിളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മാവും ചക്ക വരട്ടിയതും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുള്ള ആ മിക്സിങ് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് എടുത്തിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഇഡ്ഡലി പാത്രവും അതിൻ്റെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാവ് അതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്തു. അപ്പോൾ ഏകദേശം ഫില്ലാക്കിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് നിറയ്ക്കൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് ഓരോന്നും നിറച്ച് കൊടുക്കാം. ഓരോതും നിറച്ച് കൊടുത്തതിന് ശേഷം എല്ലാം അങ്ങനെ നിറച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ നിറച്ചത് എടുത്തിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നിറയ്ക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ഫുഡാണിത്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ആ ഒരു ഇലനെ ഇങ്ങനെ മടക്കി ഇതിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം അതുപോലെ ചെയ്യാം. നമ്മളെല്ലാം നിറച്ച് വെച്ചു. ഇനി നമുക്ക് ഇങ്ങനെയൊരു സംഭവം കൂടി ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ വെറുതെ ഒന്ന് ചെയ്താലോ നോക്കി ചെയ്തതാണ്. വേറെ ഏത് വീഡിയോയൊന്നും കണ്ടിട്ടോ അങ്ങനെയൊന്നും അല്ല. വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കുമ്പിളപ്പം. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തു. എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് ഒന്ന് ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് വേവാൻ വെക്കാം.
5 മിനിറ്റ് കഴിഞ്ഞു. നല്ലപോലെ ആവിയൊക്കെ വന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അത് തുറന്ന് നോക്കുന്നു. നല്ലപോലെ വെന്തായി, നല്ല മണമായിരുന്നു കേട്ടോ. നല്ലപോലെ ആ ചക്കയുടെയും ഏലക്കായുടെയും നെയ്യിൻ്റെയും നല്ല മണമായിരുന്നു. അപ്പോൾ അത് നമ്മളിതാ കുറച്ച് വെന്തോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത ഒരു നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ എന്തായാലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ചക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ അതിൽ നിന്ന് എടുത്ത് ഇതാ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മോളൂട്ടി വന്നു. അപ്പം നമുക്ക് മോളൂട്ടിയോട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു പീസ് എടുത്തു. നമ്മളത് അപ്പോഴേക്കും അവൾ സ്പൂണൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കഴിച്ചു, നല്ലതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.